കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിയന്റെ വാർഷിക പൊതുയോഗവും 2026-28ലേക്കുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പും 2026 മെയ് 10 വൈകുന്നേരം 5 മണി മുതൽ ആറ്റിങ്ങൽ സൂര്യ ഹോട്ടലിൽ വെച്ച് നടക്കുമെന്ന് യൂണിറ്റ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും 2026-28 ഭരണസമിതി തെരഞ്ഞെടുപ്പും മെയ് 10 വൈകുന്നേരം 5 മണിക്ക് ഞായറാഴ്ച സൂര്യ ഹോട്ടലിൽ വെച്ച് നടക്കുകയാണ്. പ്രസ്തുത യോഗം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ സി ധനീഷ് ചന്ദ്രൻ അവർകളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. 26-28ലേക്കുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പ് ജില്ലാ വരണാധികാരി നടത്തുന്നതാണ്. ആറ്റിങ്ങൽ വ്യാപാരി സുഹൃത്തുക്കളും മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രഗത്ഭരും പങ്കെടുക്കുന്നതാണ്. നാളെ ഇതുവരെ നമ്മൾ ആറ്റിങ്ങൽ വ്യാപാരി സമൂഹം വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ജില്ലയിൽ ഉടനീളം കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ യൂണിറ്റിൽ വ്യാപാരികളുടെ നിത്യേനയുള്ള ഓരോ പ്രശ്നങ്ങളിലും കാര്യമായ ഇടപെടലുകൾ നടത്തുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഏത് സമയവും സമയബന്ധിതമായിട്ട് ഇടപെട്ടുകൊണ്ട് കഷ്ടനഷ്ടങ്ങൾ മനസ്സിലാക്കി അതിന് പൂർണ്ണ പിന്തുണയും അതിനോടനുബന്ധമായിട്ട് തന്നെ ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണവും നൽകിക്കൊണ്ടാണ് പോകുന്നത്. ഈ ഒരു സംഘടന കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ് വ്യാപാര സമൂഹം നിലനിന്ന് പോകുന്നത്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. എന്തുകൊണ്ടെന്നാൽ നമ്മളെ ഇന്നത്തെ ബിസിനസ്സിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രതിസന്ധികളും കഷ്ടകാലം എന്ന് തന്നെ പറയാം. ഒരുപാട് രീതിയിലുള്ള പരീക്ഷണങ്ങളെയാണ് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞത് തന്നെ നമ്മൾ ഒരുപാട് കാലഘട്ടങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മളെ മാധ്യമ സുഹൃത്തുക്കളായ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നിപ്പം വിദേശങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾ പോലും നമ്മളെ വ്യാപാര സമൂഹത്തെ മാത്രമല്ല നമ്മളെ ഭവനങ്ങളെ പോലും ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലും നമ്മളെ സഹോദര സംഘടനയായ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. പക്ഷേ നമുക്ക് പ്രതിഷേധിക്കാനേ പറ്റത്തുള്ളൂ. അതിൻ്റെ പ്രതിസന്ധി ഏത് കാലത്ത് തീരുമെന്നോ എങ്ങനെ തീരുമെന്നോ പറയാൻ പറ്റത്തില്ല. ഇതേപോലെ ഓരോ മേഖലകളിലും ടെക്സ്റ്റൈൽസ് മേഖലയാകട്ടെ, ജൂവലറി ആവട്ടെ, ജൂവലറിയൊക്കെ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ, ഓരോരുത്തർ അവർക്ക് തോന്നുന്ന രീതിയിലാണ് വില നിശ്ചയിക്കുന്നത്. അതിന് ഫിക്സഡായിട്ടൊരു വില ഉണ്ടെങ്കിൽ പോലും അത് കസ്റ്റമൈസ് ഉപഭോക്താക്കളെ ഏത് രീതിയിലാണ് ഇത് ചെയ്യുന്നതിനുള്ള കോമ്പറ്റീഷന്. ടെക്സ്റ്റൈൽസ് ഫീൽഡും അതേപോലെ തന്നെയാണ്. ഓൺലൈൻ വ്യാപാരവും അതിനോടനുബന്ധമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട്. അങ്ങനെ ചെറിയ സംരംഭം തൊട്ട് തട്ടുകട തൊട്ട് ഇങ്ങേയറ്റം സ്വർണ്ണ വ്യാപാരി വരെ ഇന്നത്തെ കാലത്ത് പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അത് അടച്ചു പോകുന്നതാണ് ഇന്ന് കൂടുതൽ നടന്നു വരുന്നത്. ഈ അടച്ചു പോകുന്നത് ആരും അറിയുന്നില്ല. ഉദ്ഘാടനത്തിനാണ് മാമാങ്കം പോലെ എല്ലാവരെയും വിളിച്ച് ക്ഷണിച്ചു നമ്മൾ നടത്തുന്ന ഒരു പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ. പക്ഷെ അടയ്ക്കുന്ന സമയത്ത് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിലൂടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള ഒരു അതിജീവനമാണ്. അതിന് ഈ കൂട്ടായ്മ വളരെയധികം ആവശ്യത്തെക്കാൾ ഉപരി അത്യാവശ്യമാണ്. വ്യാപാര വ്യവസായ ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് വർഷങ്ങളായിട്ട് ഈ കോവിഡിന് ശേഷം ഓണക്കിറ്റുകളും ഒരുപാട് പേർക്ക് ചികിത്സാ സഹായങ്ങളും വ്യാപാരികളിൽ കടകൾ പൂട്ടി പോകുന്ന വ്യാപാരികൾക്ക് കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായവും പിന്നെ അതേപോലെ തന്നെ വ്യാപാരികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പാർക്കിങ്ങിലാവട്ടെ, ലൈസൻസ് പുതുക്കുന്ന ആകട്ടെ, പിന്നെ മാലിന്യ സംസ്കരണത്തിനുണ്ടാകുന്ന രീതിയാവട്ടെ, മുനിസിപ്പാലിറ്റിയൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള സഹകരണത്തിലാണ് പോകുന്നത്. മുനിസിപ്പാലിറ്റി നമ്മളോട് വ്യാപാര സമൂഹത്തോടു കൂടി അത്രയും ആത്മാർത്ഥമായിട്ടാണ് സഹകരിച്ച് ഇന്ന് വരെ പോയിട്ടുള്ളത്. അവിടെ അതേപോലെ തന്നെ നമ്മൾ ആറ്റിങ്ങൽ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് റോഡ് വൈഡനിങ് വന്നതിന് ശേഷം ഈ റോഡ് വളരെ ഇടുങ്ങിയ സ്ഥലത്തുകൂടെയാണ് ആറ്റിങ്ങൽ ഇന്നും സഞ്ചരിച്ചുകൊണ്ട് പോകുന്നത്. ട്രാഫിക് ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടെങ്കിൽ തന്നെയും നമ്മളെ ഈ പാർക്കിങ്, പെനാൽറ്റി അടിക്കുക, ബാക്കിയുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ച് അന്യോന്യം മനസ്സിലാക്കി സഹകരണ മനോഭാവത്തോടു കൂടി തന്നെ ആണ് പോകുന്നത്. അതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടും അങ്ങേയറ്റം നമുക്ക് വ്യാപാരി സമൂഹത്തിന് കടപ്പാടുണ്ട്. പിന്നെ നമുക്ക് വ്യാപാര ഭവൻ വർഷങ്ങളായിട്ട് ഇപ്പം 5-6 വർഷമായിട്ട് നവീകരിച്ചതിന് ശേഷം പൊതുവായിട്ടുള്ള ഒരുപാട് പരിപാടികൾക്ക് ആറ്റിങ്ങൽ ശരിക്കും ഇന്ന് നമുക്കില്ലാത്ത ഒരു പൊതു പരിപാടി നടത്താൻ ഒരു സ്ഥലമില്ല. നമുക്കുണ്ടായിരുന്നത് ടൗൺ ഹാൾ പോലെയുള്ളതൊക്കെയാണ്. അത് വർഷങ്ങളായിട്ട് ഇതായിട്ട് നിർത്തി വച്ചിട്ട്
പണി തുടങ്ങി വിപുലീകരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ ആയിട്ടില്ല. ഇപ്പോൾ പുതിയ നമ്മളെ ബഹുമാനപ്പെട്ട ചെയർമാൻ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യാമെന്ന്. അതൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്. നാടിന് ആവശ്യത്തെക്കാൾ ഉപരി അത്യാവശ്യമാണത്. ഒരു പരിപാടി നടത്താൻ, ഒരു പൊതു പരിപാടി നടത്താൻ ഇവിടെ ആറ്റിങ്ങൽ ഇത്രയും വലിയ ടൗണിൻ്റെ അകത്ത് ഒരു സ്ഥലമില്ല. അപ്പോൾ ചെറിയ ചെറിയ പരിപാടിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ മീറ്റിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നാടിൻ്റെ വികസനത്തിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം ആവശ്യമാണ്. ഇപ്പം ഇരു സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നതുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇന്നും ഔട്ടും പോകുന്നതുകൊണ്ടും വളരെ ട്രാഫിക് കൺജസ്റ്റാണ്. അപ്പോൾ അവിടെ 2 പോലീസുകാരെ ഡ്യൂട്ടി കിട്ടാൽ അത് വളരെയധികം പൊതുജനങ്ങൾക്കും മൊത്തത്തിലും ഒരു സൗകര്യപ്രദമായിരിക്കും. കാരണം ഏത് സമയം നോക്കിയാലും പാലസ് റോഡിൻ്റെ ആ ഭാഗം ഭയങ്കര ടൈറ്റാണ്, ബസ് ഇറങ്ങുന്നതും പോകുന്നതും. ഇത് കൂടാതെ തന്നെ പാലസ് റോഡിൻ്റെ ഇരുവശങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വരുമ്പോൾ എപ്പോഴും ട്രാഫിക് ജാമാണ്. ഒരുപക്ഷെ NHനെയും കാട്ടി കൂടുതൽ വീതിയുള്ള റോഡാണ് പാലസ് റോഡ്. എങ്കിൽ തന്നെയും അവിടുത്തെ പാർക്കിംഗ് ആയാലും ശരി തന്നെയാണ്. ഏതായാലും അതൊക്കെ ഒരു കൂടിയാലോചനയിലൂടെ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നാടിന് നല്ലതാണ്. ആറ്റിങ്ങൽ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ, സെക്രട്ടറി കണ്ണൻ, ട്രഷറർ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു.